അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അമയ KV 9th E. ഞാൻ അമൃത വിജയ് 9th B. നാടിന്നുണരുന്നു, ജയഗീതം പടരുന്നു, സ്വാതന്ത്ര്യപ്പുലരി പുതുജീവൻ പകരുന്നു. ഇന്ന് ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ ആശംസകളുമായി നമ്മോടൊപ്പം സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി MB ഗീത. നമ്മുടെ രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പോരാട്ടത്തെ ആദരിച്ചും അതിനുവേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും ത്യാഗമനുഷ്ഠിച്ചവരെ ഓർത്തും കൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. പതിനേഴാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യയിലെത്തി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു. 18ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി ഇന്ത്യയിൽ പ്രധാന ശക്തികളായി മാറി. 1857 ഇന്ത്യൻ കലാപത്തിനു ശേഷമാണ് സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിസ്സഹകരണം, സത്യാഗ്രഹം തുടങ്ങിയ നിരവധി പ്രതിഷേധങ്ങൾ നടന്നു. 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ മൊത്തമായി ഉയർന്നു വന്നു. രാജ്യവ്യാപകമായി നിസ്സഹകരണ പ്രസ്ഥാനങ്ങളും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാ മാർഗങ്ങളും സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി നടന്നു. അങ്ങനെ ദീർഘകാലത്തെ പോരാട്ടത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. നാടിന്നുണരുന്നു, ജയഗീതം പടരുന്നു, സ്വാതന്ത്ര്യപ്പുലരി പുതുജീവൻ പകരുന്നു. ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുടുങ്ങിൽ നീർപ്പൂക്കൾ കൊണ്ടിന്നേകാം അഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാടെ ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാടെ ഭാരതാംബയ്ക്ക്. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകൻ VK രാജീവൻ മാസ്റ്റർ ചേരുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അധിനിവേശത്തിൻ്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് ആഗസ്റ്റ് 15. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഭാരതത്തിൻ്റെ മക്കൾക്ക് അത് ചരിത്രപരമായ പ്രാധാന്യത്തിലേറെ വൈകാരികമായ ഒരു വിജയദിനം കൂടിയാണ്. പിറന്ന മണ്ണിൻ്റെ വിമോചനത്തിനായുള്ള പോരാട്ടങ്ങൾ അതിന് സാക്ഷാത്കാരം നേടിയ സുദിനം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് വിശ്വസിക്കുന്ന ഭാരതം അതിഥിദേവനായിരുന്നു. അതുകൊണ്ട് വിരുന്ന് വന്നവരെ ഇരുകൈയും നീട്ടി ഭാരതം സ്വീകരിച്ചു. എന്നാൽ വന്നെത്തിയവർ ഭാരതത്തിൻ്റെ സമ്പന്നമായ ജൈവവൈവിധ്യത്തെയും സമ്പത്തിനെയും കൊള്ളയടിക്കുകയും ഏതാണ്ട് 2 നൂറ്റാണ്ട് കാലം തങ്ങളുടെ കാൽ കീഴിൽ അമർത്തുകയും ചെയ്തു. സാമ്രാജ്യത്വ ശക്തികൾ ഭാരതത്തിൻ്റെ അധികാരം കൈയാളിയപ്പോൾ അതിനെതിരെ ആത്മാഭിമാനമുള്ള ഭാരതീയർ പ്രതികരിച്ചു തുടങ്ങുകയും അങ്ങനെ 1947 എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ കനി രുചിക്കാൻ കഴിയുകയും ചെയ്തു. ആഗസ്റ്റ് 15 ഭരണാവകാശം ലഭിച്ച ദിനം കൂടിയാണ്. അന്ന് തുടങ്ങി ഇങ്ങോട്ടുള്ള വളർച്ചയും ആ ദിനത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ജനാധിപത്യ വ്യവസ്ഥയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണം എന്ന വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണം.
അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്താനും നമുക്ക് സാധിച്ചു. അമ്മയും ജന്മനാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭാരതീയർ. അതുകൊണ്ട് ജന്മനാടിൻ്റെ വിമോചന ദിനം ആവേശപൂർവ്വം ആഘോഷിച്ചു പോരുന്നു. ഓരോ വർഷം കഴിയുന്തോറും ആഘോഷങ്ങൾക്ക് ആവേശവും നിറപ്പകിട്ടും കൂടി വരുന്നുണ്ട്. നമ്മുടെ ഫെഡറലിസവും മതനിരപേക്ഷതയും ബഹുസ്വരതയും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യൻ ജനാധിപത്യം അർത്ഥവത്താകണമെങ്കിൽ അവിടെ രാഷ്ട്രീയ ജനാധിപത്യവും സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും കൂടിച്ചേരേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ഭരണഘടനാ ശില്പിയായ അംബേദ്കറാണ്. സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും ഒക്കെ ഇന്ന് നമ്മളിൽ നിന്നും ഏറെ അകലെയാണ് താനും. എന്നാലും നമ്മുടെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് പൗരാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണം. അങ്ങനെ മുന്നേറുമ്പോൾ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് അതിൻ്റേതായ സ്ഥാനം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കൽ നാൾ കൂടിയാണ് ആഗസ്റ്റ് 15. സ്വാതന്ത്ര്യ ദിനത്തിലും ഭാരതത്തിൻ്റെ മനസ്സിൽ ആ ധീര ദേശാഭിമാനികളെക്കുറിച്ചുള്ള വീരസ്മരണകൾ ജ്വലിച്ചുയരും. സ്വാതന്ത്ര്യദിനം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. സമത്വം, നീതി, സാഹോദര്യം എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നു. കൂടാതെ നിരവധി പരിപാടികൾ രാജ്യത്തു നടക്കുന്നുണ്ട്. ഇന്ത്യൻ തപാൽ ഓഗസ്റ്റ് 15 പുതിയ സ്റ്റാമ്പുകൾ പുറത്തിറക്കും. 2003 മുതൽ ഗൂഗിൾ ഇന്ത്യൻ ഹോം പേജിൽ പ്രത്യേക ഡൂഡിൽ ഉപയോഗിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെയും രാജ്യത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങളെയും ഓർമ്മിക്കാനുള്ള ഒരു അവസരമാണിത്. സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാനും രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള സർക്കാരിതര സ്ഥാപനങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. സ്കൂളുകളും കോളേജുകളും ഓഫീസുകളിലുമെല്ലാം പതാക ഉയർത്തും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.